അസ്സലാമലൈക്കും. ജസ്നാസ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് qusais കോഴിക്കോട് സ്റ്റാറിലേക്കാണ്, കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ 1-2 പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് അവിടെ തന്നെ വന്നത്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലായ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ബീഫ് സ്റ്റീക്ക്. ഇത് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത്. സാധാരണ മലയാളി റെസ്റ്റോറൻറ്റിലെ ഫുഡൊന്നും അധികം ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് റെസ്റ്റോറൻറ്റിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലയാളി ഫുഡ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അധികം കഴിക്കാറ് ഈ അറബിക് ഫുഡ് മാത്രമാണ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യലൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യലായ ബീഫ് സ്റ്റീക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു വെറൈറ്റി ഡിഷും കൂടിയാണത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ സലാഡ് തരും. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്പെഷ്യലായ ബീഫ് സ്റ്റീക്കാണ് ഓർഡർ ചെയ്തത്. ഇതാണ് ഞങ്ങൾ ഡിഷ് എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ഡിഷ്. ഇതുപോലെ ഒരു പച്ച കുക്ക് ചെയ്യാത്തൊരു ബീഫും തരും. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള 400 ഡിഗ്രിയിൽ അവർ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള കല്ലാണ്. അതിൻ്റെ മേലെ ഇതുപോലെ ബീഫ് വെച്ചാണ് അവർ കുക്ക് ചെയ്ത് തരുന്നത്. ബീഫിൻ്റെ മാരിനേഷൻ എന്ന് പറയാൻ ഒരു ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതിൻ്റെ കൂടെ അവർ സോസൊക്കെ തരും. അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. സാധാരണ വീട്ടിലൊക്കെ ഒരു 5-6 വിസിൽ അതിൽ കൂടുതൽ എടുത്തിട്ടാണ് സാധാരണ ബീഫൊക്കെ വെന്ത് കിട്ടാറ്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മളെ വേവിനനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ വേണം അതിൽ കൂടുതൽ വേവിച്ചെടുക്കാം. കുറച്ച് വെന്ത മതിയെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തു തരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതിനുശേഷം അവർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ കഴിക്കുമെന്നൊക്കെ. പ്രത്യേകിച്ച് ഇതുപോലെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ബീഫ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. സാധാരണ നമ്മൾ കഴിക്കാറ് മസാലയൊക്കെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലെ ജർജീർ, അതുപോലെ ക്യാരറ്റ്, ചെറിയ ടൊമാറ്റോ, ബ്രൊക്കോളി ഒക്കെ അങ്ങനത്തെ ഒരു സലാഡും കൂടെ അവർ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഈ 3 ടൈപ്പുള്ള സോസും തരും. അപ്പോൾ ഞങ്ങളെ ബീഫ് ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മാരിനേറ്റ് ആയിട്ട് അവർ ചെയ്തത് ഉപ്പ് മാത്രമാണ്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. കറക്റ്റ് ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടും. സാധാരണ മസാല ഒക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടലുണ്ടാവില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു കാന്താരി ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നെയ്പ്പത്തിലും നല്ല ചൂടുള്ള പൊറോട്ടയും. ഓരോ ഡിഷിനും ഓരോ നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ഡിഷായിട്ടാണ് എല്ലാം തോന്നിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് പിന്നെ വന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തോന്നാറുണ്ട്. അത്ര നല്ല ടേസ്റ്റാണ് ഓരോരോ റെസിപ്പിക്കും. ഈ കാന്താരി ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ 2 മൊജീറ്റോ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഫ്രൂട്ട് മൊജീറ്റോ, അതും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വരാത്തവരൊക്കെ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷായ ബീഫ് സ്റ്റീക്ക് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.